വെയ്റ്റ് ലോസ് ജേണിയിൽ സാധാരണ ആൾക്കാർ പുലർത്തുന്ന 5 തെറ്റിദ്ധാരണകളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒന്ന്, നല്ലവണ്ണം തടി കുറയണമെങ്കിൽ നല്ലവണ്ണം ഭക്ഷണം കുറയ്ക്കണം. തെറ്റ്. നിങ്ങളൊരു വളരെയധികം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള, വളരെയധികം സ്റ്റാർവേഷൻ മോഡിലൊരു ഭക്ഷണക്രമത്തിലോട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരം ധരിക്കുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു ബയോളജിക്കൽ ത്രെട്ട് ഉണ്ട് എന്നുള്ളതാണ്. ശരീരം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ ശരിക്കും പ്രിസർവ് ചെയ്യാൻ നോക്കും. അതുകൊണ്ട് ഒരുപക്ഷെ ശരീരഭാരം കുറയുന്നെങ്കിൽ തന്നെ സംഭവിക്കുന്നത് മസിൽ ലോസ് മൂലമാണ്. അതുകൊണ്ട് ഒരു 300 മുതൽ 500 കാലറി കുറയുന്ന വളരെ ഒരു മോഡറേറ്റ് ആയിട്ടുള്ളൊരു കാലറി റെസ്ട്രിക്റ്റഡ് ഡയറ്റാണ് ഏറ്റവും നല്ലത്. എനിക്ക് ഇഷ്ടമുള്ള ഒന്നും കഴിക്കാൻ പറ്റില്ല. തെറ്റ്. ശരിയാണ്, ശരീരഭാരം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നല്ല കാലറി കുറഞ്ഞ, നല്ല പ്രോട്ടീൻ അടങ്ങുന്ന, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് അടങ്ങുന്ന, നല്ല ഫൈബർ അടങ്ങുന്ന ഭക്ഷണക്രമത്തിലോട്ട് മാറണം എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു എക്സ്ട്രീമായിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള എല്ലാം കട്ട് ചെയ്താൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ, സസ്റ്റെയിൻ ചെയ്യാൻ പാടായിരിക്കും. ഒരുപക്ഷെ ഇവിടെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല റൂള് 80-20 റൂളാണ്. അതായത് 80% ആരോഗ്യത്തിനുവേണ്ടി കഴിക്കുക, പക്ഷേ ഒരു 20% ഒരു 10% നിങ്ങൾക്ക് ആവശ്യമുള്ള ചില ഇൻ്റലിജൻസസ് ചെയ്യുന്നൊരു തെറ്റില്ല. മേ ബി വല്ലപ്പോഴും അവർക്കൊരു ഐസ്ക്രീമോ അല്ലെങ്കിൽ ഒരു പായസമോ ഒരു ലഡുവോ നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് എനിക്കറിയില്ല, അത് വല്ലപ്പോഴും കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ഒരു ലോങ് ടേം പ്ലാനാണ് നിങ്ങൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്തരത്തിലൊരു 80-20 റൂളാണ് ഏറ്റവും എഫക്റ്റീവ്. എൻ്റെ കുടുംബത്തിൽ നല്ലൊരു ശതമാനം ആൾക്കാരും തടിയുള്ളവരാണ്. അതുകൊണ്ട് എനിക്ക് തടി കുറയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശരിയാണ്, ശരീരഭാരം തീരുമാനിക്കുന്നതിൽ ജെനറ്റിക്സിന് നല്ല റോളുണ്ട്. പക്ഷേ നിങ്ങൾ ഇമേജ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ജെനറ്റിക്സ് 9 ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഒരുപക്ഷെ ബാക്കി 8 ഘടകങ്ങളിലും ശാസ്ത്രീയമായ രീതിയിലുള്ളൊരു സമീപനം എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ജെനറ്റിക്സിനെ നിങ്ങൾക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ശരീരഭാരത്തെ ആരോഗ്യകരമായ നിലത്തിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. നല്ലവണ്ണം ശരീരഭാരം കുറയണമെങ്കിൽ കടുത്ത വ്യായാമങ്ങൾ ആവണമെന്നില്ല. ശാസ്ത്രീയമായിട്ട് ചെയ്യുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ ഒരാഴ്ചയിൽ ഒരു 3 ദിവസം മേ ബി ഒരു 45 മിനിറ്റ്സിൻ്റെ സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും ബാക്കി 3 ദിവസങ്ങളിൽ വളരെ മോഡറേറ്റ് ആയിട്ടുള്ള കാർഡിയോവാസ്കുലർ എക്സസൈസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച്. കടുത്ത വ്യായാമങ്ങൾ കടുത്ത ശരീരഭാരം കുറയ്ക്കണമെന്നില്ല. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കാര്യമായ റിസൾട്ടൊന്നും കിട്ടുന്നില്ല. എൻ്റെ വെയിങ് സ്കെയിലിലെ സൂചി ചലിക്കുന്നില്ല, അതുകൊണ്ട് അങ്ങ് നിർത്തിയേക്കാം. തെറ്റ്. ഒരുപക്ഷേ നിങ്ങളുടെ ഇതുവരെയുള്ള എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഘടനയിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടാവാം. നിങ്ങളുടെ വേസ്റ്റ് ഹിപ്പ് റേഷ്യോ ചേഞ്ച് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾക്ക് വിസറൽ ഫാറ്റിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടാവും. മാർജിനലായിട്ടെങ്കിലും നിങ്ങളുടെ സ്കെൽറ്റൽ മസിൽസിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാം. നിങ്ങളുടെ ലിപ്പിഡ് പ്രൊഫൈലും ഇൻസുലിൻ റെസിസ്റ്റൻസും ഫാറ്റി ലിവറിലൊക്കെ തന്നെ വ്യത്യാസം കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്യുന്നത് ശാസ്ത്രീയമായിട്ടാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.